ആരും ക്ഷണിക്കാതെ ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെട്ടു. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിൻ്റെ മലയാളിയുടെ മഹാനടൻ മമ്മൂട്ടി. ആ സന്ദർശനം അദ്ദേഹം ആരെയും അറിയിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ എത്തണമെന്ന്. കാരണം എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം അദ്ദേഹം ഇടപഴകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരെത്തി, കണ്ണൂരോ കോഴിക്കോടോ എത്തി. അവിടുന്ന് കോഴിക്കോടാണ് എത്തിയത്. അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അത് കാണുക, അതിൻ്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ നല്ല മനസ്സോടെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദമാക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തെ അവിടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് അവിടെ, എല്ലാ ഘട്ടത്തിലും അവരുണ്ട്. അവർ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല നിലക്ക് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ജില്ലയിലുള്ള CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ ചെറുപ്പക്കാരനും അവിടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാരോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഇത് തീർത്തും വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്യാമറയുടെയും മുന്നിൽ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഇവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷർട്ടിന് ബട്ടണുണ്ട്. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ പേനയുണ്ട്, ചില പേന ക്യാമറയായിരിക്കും, നമ്മളറിയില്ല. അപ്പോൾ ഇത് വിവാദമാക്കാൻ താല്പര്യമുള്ളവർ വലിയ തോതിൽ വിവാദമാക്കിയിട്ടു. എന്തോ ഇയാളെ അവമാനിച്ചു, മമ്മൂട്ടി ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ ഇത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. എന്തിനാണ് അത് വിവാദമാക്കിയത്? ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ചിലർ ഈ കാര്യത്തിൽ
CPIMൻ്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ്. CPIMൻ്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIMൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ അത്തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുക എന്നത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ആരുടെയും നിയന്ത്രണത്തിലല്ല. അതിലിടപെടുന്നവർ അവർക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരും. മമ്മൂട്ടിയെ പോലുള്ള ഒരു മഹാനടനെ മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു എന്നത് മാത്രമേ ആ കൂട്ടത്തിൽ പറയാനുള്ളൂ. ഏതായാലും അവിടെ റഫീഖ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ നല്ലൊരു കാര്യത്തെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇത് നമ്മുടെ നാട്ടിന് പൊതുവിൽ ഗുണകരമായിട്ടുള്ള ഒന്നല്ല. നന്മയെ തിരിച്ചറിയാനാവണം, നന്മയുടെ കൂടെ നിൽക്കാനാവണം. അതിനെതിരെ വക്രീകരണവുമായിട്ട് വരുന്നവരെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം, അതിനുള്ള വിവേകം വേണം. ആ വിവേകത്തോടെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ആരായാലും ഇടപെടുന്നത്. ഇത് നമുക്കെല്ലാം ഒരു അനുഭവ പാഠമാണ് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.